ഹായ് ഓൾ, ഇറ്റ്സ് മീ JKK ഫ്രം JKK ഫോർ യു. ഒരു മൂവി റിവ്യൂ ആണ്, ലോങ് പെൻഡിങ് ആയിട്ടുള്ളൊരു മൂവി റിവ്യൂ ആണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമ OTTയിൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോവാം, റിവ്യൂയിലേക്ക് പോകാമല്ലേ. സിനിമ തിയേറ്ററിൽ കണ്ട സിനിമയാണ് സെപ്റ്റംബറിൽ. ഓക്കെ, സോ ലോക ചാപ്റ്റർ 1 ചന്ദ്ര, ഡയറക്ടർ ബൈ ഡൊമിനിക് അരുൺ, റിട്ടൺ ബൈ ഡൊമിനിക് അരുൺ ആൻഡ് ശാന്തി ബാലചന്ദ്രൻ. Then camera by Nimish Ravi, editor Chaman Chako, music Jakes Bijoy, production is Wafer Films, Dulquer Salman. Okay, ഇനി കാസ്റ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ കല്യാണി പ്രിയദർശൻ ആസ് ചന്ദ്ര ആൻഡ് കലിംഗാട്ട് നീലി. കല്യാണിയുടെ കുട്ടിക്കാലം ചെയ്തത് ദുർഗ സി ആണ്, യങ് ചന്ദ്ര ആൻഡ് കലിംഗാട്ട് നീലി. ഓക്കെ, കുട്ടി. നെസ്ലൻ ആസ് സണ്ണി and Michael. Then Chandu Salinkumar as Venu. Then Arun Kurian as Nechalin. Then Shandy Master as Inspector Nanchiyappa Gowda. ഒരു ആൻറ്റഗോണിസ്റ്റ് ആണ്, വില്ലനാണ് സാൻഡി മാസ്റ്റർ. ദെൻ കുറേ താരങ്ങളുണ്ട്. വിജയരാഘവൻ ആസ് ഡോക്ടർ വർഗീസ് കുര്യൻ. പിന്നെ ഒരു പെന്നേമൊക്കെ ഉണ്ട്, ജോസഫ് ഡൊമിനിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ. ഓക്കെ, പിന്നെ കുറേ ക്യാമിയോസ് ഒക്കെ ഉണ്ട്. സണ്ണി വെയിൻ ആസ് കടമറ്റത്ത് കത്തനാർ. പിന്നെ ടോവിനോ തോമസ് ഉണ്ട്, മിഖായേൽ ചാത്തൻ. പിന്നെ ദുൽഖർ സൽമാൻ ഉണ്ട് ഇതിൽ, ചാർലി ഒടിയൻ. അങ്ങനെ കുറേ താരങ്ങൾ ഈ സിനിമയിലുണ്ട്. വേറെയും ഒരു ഷോട്ടിലൊക്കെ വന്നു പോകുന്ന കുറേ താരങ്ങളുണ്ട്. അന്നാബെന്നുണ്ട് സിനിമയിൽ, അഹാന കൃഷ്ണകുമാറുണ്ട്, സൗബിനുണ്ട്, വിശാൽ നായരുണ്ട്, ബാലു വർഗീസ് ഉണ്ട്. അങ്ങനെ കുറേ താരങ്ങൾ ഉണ്ട്. ശാന്തി ബാലചന്ദ്രൻ ഉണ്ട് ഒരു സീനിൽ, ഒരു ഷോട്ടിലൊക്കെ. അങ്ങനെ കുറേ പേരുണ്ട്. ഇതൊരു സൂപ്പർ ഹീറോ, ഒരു വുമൺ സൂപ്പർ ഹീറോ, സൂപ്പർ വുമൺ സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. സോ നല്ലൊരു സിനിമയാണിത്. ഫസ്റ്റ് ഹാഫൊക്കെ കൊള്ളാം. ഒരു ഇൻ്റർവെല്ലിലേക്കൊക്കെ എത്തുമ്പോഴുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ്, ആ കുട്ടിയുടെയൊക്കെ ഫ്ലാഷ് ബാക്ക് സീക്വൻസ് വിത്ത് ഈ ഒരു ക്യാരക്ടർ റിവീലൊക്കെ കൊള്ളാം. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഇൻട്രോ, ടോവിനോടെയും ദുൽഖറിൻ്റെ ഒക്കെ ഇൻട്രോസൊക്കെ കൊള്ളാം. ക്ലൈമാക്സ് ഫൈറ്റും കൊള്ളാം. മൊത്തത്തിൽ ഒരു നല്ലൊരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ ഫ്ലിക്ക് തന്നെയാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. പിന്നെ ഇതൊരു ഫ്രാഞ്ചൈസി സിനിമകളായതുകൊണ്ട് തന്നെ അടുത്ത പാർട്സിലേക്കുള്ള ലീഡ് തന്നെയാണ് ഇട്ട് പോയിട്ടുള്ളത്. സോ ടോവിനോയും ദുൽഖറും ഒക്കെ അടുത്ത ഭാഗങ്ങളിൽ വരും. പിന്നെ മൂത്തോനുണ്ട്, വേറെ ഹെഡ്, അത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ വോയിസ് മാത്രമാണ് ഈ സിനിമയിലുള്ളത്. സോ മമ്മൂട്ടിയാണ് ഇതിൻ്റെ ഹെഡ്, മൂത്തോൻ. അതും വരുന്ന ഫ്രാഞ്ചൈസികളിൽ വരും. പിന്നെ സൂപ്പർ ഹീറോ, വേറൊരു ലേഡി ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറോ ഉണ്ട്, ഇസ്താർ. അത് ആരാണെന്നൊന്നും റിവീൽ ആയിട്ടില്ല. അതും വരുന്ന ഫ്രാഞ്ചൈസികളിൽ വരും, ചാപ്റ്റേഴ്സിൽ വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇതിലെ BGM സോങ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ജേക്സ് ബിജോയ് ആണ്. നല്ല BGM സോങ്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിലെ പ്രമോ സോങ് തനി ലോക മുരാരി എന്ന് പറയുന്ന സോങ് നല്ല ഹിറ്റായിട്ടുള്ളൊരു സോങ് ആണ്. പിന്നെ ക്യൂൻസ് ഓഫ് നൈറ്റ്, അത് സെബാടോമിയാണ് അത് പാടിയിട്ടുള്ളത്. അതും കൊള്ളാം. മൊത്തത്തിൽ നല്ലൊരു നൈസ്, മലയാളത്തിൽ ഇതൊരു അറ്റംപ്റ്റ് ചെയ്ത തരത്തിലുള്ള ഒരു സൂപ്പർ വുമൺ ഹീറോ പടമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് വലിയ വിജയമായിരുന്നു, അറിയാലോ. 300 കോടിക്കൊക്കെ നമ്മൾ കളക്ഷൻ കിട്ടിയൊരു സിനിമയാണ്. എനിക്കും പേഴ്സണലി ഇത് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഇനി വരാൻ പോകുന്ന ഫ്രാഞ്ചൈസികളാണ് നമുക്ക് ഇതിൻ്റെ വലിയൊരു ലോകം, വലിയൊരു ക്യാൻവാസ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ മൂത്തോൻ, ഇഫ്താർ. പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ടോവിനോൻ്റെ പടമാണ്. ടോവിനോൻ്റെ പടം എന്ന് പറയുന്നത് ചാത്തൻ്റെ പടമാണ്. 369 ചാത്തന്മാരെ കൊണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഒടിയൻ്റെ, ദുൽഖറിൻ്റെ അടുത്ത ഭാഗം വരുന്നുണ്ട്, 3ാം ഭാഗം. പിന്നെ മമ്മൂട്ടിയുടെ മൂത്തോനൊക്കെ ആയിട്ടുള്ള. എന്നാണെങ്കിലും കല്യാണി പ്രിയദർശൻ്റെ ഈ സിനിമ ചന്ദ്ര, ഇത് കൊള്ളാം, അതിഗംഭീരമാണ്. റിവ്യൂ ഒന്ന് അല്പം ലേറ്റായി പോയി. ഓക്കെ, ബട്ട് സ്റ്റിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇന്നലെയാണ് ഇത് OTTയിൽ വന്നത്, ഇന്നലെ. അപ്പോൾ ഓക്കെ, ഫൈൻ. OTT റിവ്യൂ ആയിട്ട് നിങ്ങൾ വേണേൽ കൂട്ടിക്കൂ. ഞാനിത് തിയേറ്ററിൽ കണ്ട സിനിമയാണ് സെപ്റ്റംബറിൽ. ഓക്കെ, പിന്നെ ഒരല്പം ലേറ്റായി പോയി, എനിക്കറിയാം. ബട്ട് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ കിളിയെ എന്ന് പറഞ്ഞുകൊണ്ടൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. കല്യാണിയുടെ ഒരു വെള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നൊരു സീന്, അതൊക്കെ കൊള്ളാം.
ഇവരുടെ ഒരു ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ അവിടെ നമ്മുടെ ഈ സാൻഡി മാസ്റ്ററും ആ സീനിൽ വരുന്നുണ്ട്. പിന്നെ ഈ ചന്തു സലീം കുമാറിൻ്റെ ചില കോമഡീസ് ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട് തിയേറ്ററിൽ. നസ്ലാനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ചന്തുവിൻ്റെ ചില കോമഡി ടൈമിങ്ങും ഒക്കെ തന്നെയാണ്. ചന്തു കൊള്ളാം. ഇനിമേ മൊത്തത്തിൽ സിനിമ കൊള്ളാം. എനിക്ക് പ്രീ ഇൻ്റർവെൽ ആയിട്ടുള്ള ആ ജംഗിൾ ഫൈറ്റ് ഒക്കെ തന്നെയുണ്ട്. ആ കുട്ടിയുടെ ജംഗിൾ ഫൈറ്റ് ഒക്കെ തന്നെയുണ്ട്. അതൊക്കെ അതിഗംഭീരമാണ്. ദുർഗാസിയുടെ ജംഗിൾ ഫൈറ്റ് അതൊക്കെ അതിഗംഭീരമാണ്. കുട്ടി നീലിയുടെ വിജയരാഘവൻ്റെ ക്യാരക്ടറിലൂടെയാണ് ഇത് ഫ്ലാഷ് ബാക്ക് പറഞ്ഞു പോകുന്നത്. ഇനിമേ മൊത്തത്തിൽ കൊള്ളാം. ലോകായുധ ചന്ദ്ര ചാപ്റ്റർ 1, കല്യാണി പ്രിയദർശൻ റോസ് യാ സൂപ്പർ വുമൺ. താങ്ക് യു. ബൈ.